ഹായ് സ്റ്റുഡൻസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ MSc മാത്തമാറ്റിക്സ് എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് നടന്ന കോച്ചിങ്ങിൻ്റെ ക്ലാസ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഏഗൻ വാല്യൂ, ഒരു മെട്രിക്സിൻ്റെ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സെക്ഷനാണിത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകാം, എന്നിട്ട് കൺസെപ്റ്റുകളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 3x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി ഈ മെട്രിക്സിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാൻ പറ്റുള്ളത് താഴെ തന്നിരിക്കുന്നു. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ അറിയണം എ മൈനസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നാൽ എ മൈനസ് ലാംഡ ഐ കാണുക. എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ എ ഏത് ഓർഡറിലാണോ ഉള്ളത് അതേ ഓർഡറിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കുക, അതിനൊരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഈ കിട്ടുന്നതിന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ത് ചെയ്യും, ലാംഡയിലുള്ളൊരു പോളിനോമിയൽ ആയിരിക്കും. അപ്പോൾ ലാംഡയിലുള്ളൊരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇത് 2x2 മെട്രിക്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. 3x3 മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആണെങ്കിൽ അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഇനി എ എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണെങ്കിൽ അതൊരു ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും. അങ്ങനെയുള്ള ആ പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നാണ്. ഇനി അത് നമ്മൾ ഈക്വൽ ടു 0 എന്നിട്ടാൽ നമ്മൾ അതിനെ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. പോളിനോമിയലിൻ്റെ ഈക്വൽ ടു 0 എന്ന് എക്സ്പ്രസ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാനുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. 2x2 മെട്രിക്സ് വന്നാലും 3x3 മെട്രിക്സ് വന്നാലും ഒരു 2x2 മെട്രിക്സ് വന്നാൽ, ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, നമുക്കിത് ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2, 3, 5, 8 ആണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എ മൈനസ് ലാംഡ ഈ ഓർഡറിലുള്ള, ശരിക്കും സാധാരണ ചെയ്യുകയാണെങ്കിൽ എ മൈനസ് ലാംഡ ഇൻറ്റു ഒരു 2x2 ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതുക, അത് മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് എഴുതാൻ പറ്റും, ലാംഡ സ്ക്വയർ. പിന്നെ എന്ത് ചെയ്താൽ ഇവിടെ ട്രേസ് ഓഫ് എ എന്ന് പറയും. ട്രേസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്താ പറയുക, ട്രേസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്ത് വരും, 2 + 8 10 ആണ്, -10 മൈനസ് ആണ് സൈൻ ഇടേണ്ടത്. ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് എന്താണ്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 × 8 16 - 15 1 ആണ്. ഇവിടെ എന്ത് വരും, 1. ഇതിനെ നമ്മൾ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഇനി ഇത് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്താൽ -10 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുന്ന നമ്പറാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് എഴുതിയൊരു മെട്രിക്സ് ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടണമെന്നില്ല, റിയൽ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. ഇതിൻ്റെ അതുകൊണ്ട് നമ്മളിത് കണ്ടുപിടിക്കുന്നില്ല, നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ റൂട്ടുകളാണ് നമ്മൾ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഇതിനെന്തുണ്ടാവും, അറ്റ്മോസ്റ്റ് 2 റൂട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാണ്, ആ റൂട്ടിന് നമ്മൾ എന്ത് പറയാറുണ്ട്, ഈഗൻ വാല്യൂ അല്ലെങ്കിൽ എന്ത് പറയാറുണ്ട്, ഈഗൻ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയാറുണ്ട്. ഈഗൻ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് 2x2 മെട്രിക്സ്. ഇനി നമ്മൾ 3x3 മെട്രിക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ 3x3 മെട്രിക്സ് ആണ് കാണേണ്ടത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനുള്ള ഫോർമുല. ഇനി ഈക്വൽ ടു 0 എന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ലാംഡ³ മൈനസ് ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 2 ആഡ് ചെയ്യുക, ഇത് 3 ആഡ് ചെയ്യാണ് വേണ്ടത്. 3 + 2 + -6 എന്നാണ് വരിക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം 3 + 2 + -6 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് ഇവിടെ m11 m22 m33 എന്ന് പറഞ്ഞാൽ മൈനർ സം ഓഫ് ദി മൈനസ്. ഇതിന് നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, സം ഓഫ് ദി മൈനർ അലോങ് ദ ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ഡയഗണലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മൈനസിനെ കണ്ടിട്ട് അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ m11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണുക, m11 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന കോളവും റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മൈനർ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്താൽ -12 -0 എന്നാണ് വരിക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്, m22 എന്ന് പറയുന്നതാണ്. m22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇതിൻ്റെ മൈനറാണ്. ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഉൾക്കൊള്ളുന്ന റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സ് ആണ് വരിക. നമുക്ക് ചെറിയ ക്ലാസ്സിലറിയാം, +2 ചെയ്യുന്നതാണ്. ഇവിടെ എന്ത് വരും, -18 3 × -6 -18
മൈനസ് എന്ത് വരും, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ മൈനസ് ആണ് വരിക, -18. എന്താണ് ആൻസർ? 0 എന്നാണ് വരിക. M33 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മൈനറാണ്. അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന കോളും റോ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് വരും? 6 - 0 ആണ്, എന്ത് വരും? 6 എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ എന്താണ് സം ഓഫ് ദി മൈനർ അലോങ് ദ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -12 + 0 + 6 ഇൻറ്റു ലാംഡ. പിന്നെ എന്താണ്? മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. 3 ഇൻറ്റു ഇതിങ്ങനെ ചെയ്ത് അതിൻ്റെ മൈനർ നമ്മൾ ഓൾറെഡി കണ്ടു, എത്രയാണ്? -12 ആണ്. പിന്നെ -6 ഇൻറ്റു എന്താണ്? ഈ കോളും ഈ റോ ഒഴിവാക്കി കഴിഞ്ഞാൽ 0 ആണ് വരിക, 0. പിന്നെ എന്താണ്? പ്ലസ് ഇനി എന്ത് വരും? ഇതിൻ്റെ കാണുമ്പോൾ എന്താ വരിക? 6 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? ഇവിടെ എഴുതാം. 6 ഇൻറ്റു ഇതും ഒഴിവാക്കി കഴിഞ്ഞാൽ 0 മൈനസ് ഇവിടെ എന്താ വരിക? -6 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? +6. അപ്പോൾ ഇവിടെ എന്താ വരിക? is equal to -36. ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? +36. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്താണ്? 0 ആണ്. ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ക്യൂബ് പോളിനോമിയലാണ്. ലാംഡ ക്യൂബ് ഇവിടെ എന്താ വരിക? 5 - 6. അപ്പോൾ മൈനസ് ആണ്. പ്ലസ് ലാംഡ സ്ക്വയർ പിന്നെ എന്ത് വരും? ഇവിടെ -6 ലാംഡ എന്ന് വരും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ അകത്ത് ഏതാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. കൂടി എന്താണ്? ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇതാണെന്ന് തോന്നുന്നു, ശരിയാവുക. എന്താണ്? ലാംഡ ഇൻറ്റു ലാംഡ ക്യൂബ് പിന്നെ എന്ത് വരും? 3 ലാംഡ സ്ക്വയർ - 2 ലാംഡ സ്ക്വയർ എന്ത് വരും? ലാംഡ സ്ക്വയർ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 6 ലാംഡ. അപ്പോൾ ഏതാണ് ആൻസർ? ഇതാണ് ആൻസർ. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇനി എന്ത് ചെയ്യാണ്? ഇത് ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ 3 വാല്യൂസ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയും? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഈഗൻ വാല്യൂ എന്ന് പറയും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതുപോലെ എന്താണ് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. ഒരു മെട്രിക്സ് എന്നാണ്. ഷോർട്ട് കട്ടാണിത്. ഇതെന്ത് ചെയ്യുക? നമ്മൾ ഓർത്ത് വെച്ചിട്ട് പഠിക്കുക. ഇത് ഈക്വൽ ടു 0 ഇല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ഈക്വൽ ടു 0 ഇട്ടാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതുപോലെ ഇതും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഓരോ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. A - λ = 0. ഈ ഫോമാറ്റിൽ 4 ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് A - λ I = 0. ഇങ്ങനെ പല ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് പറയുന്നത് ഇതാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് A - λ I ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? A - λ I. ഇത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണിത്. ഈ രീതിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് മറന്നുപോയവർ A - λ I കാണോ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ട്രേസ് ഓർക്കേണ്ടത് ഒരു കാര്യമാണ്. ട്രേസ് എന്താണ്? ഡയഗണലിൻ്റെ സമ്മിനാണ് നമ്മൾ എന്താ പറയുക? ട്രേസ് എന്ന് പറയുന്നത്. M11, M22, M33 എന്ന് പറയുന്നത് ഡയഗണലിലൂടെ മൈനേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സെക്ഷനാണിത്. ഓക്കെ.